ഞാൻ വേരി മെറ്റിൽഡ സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് കമൻ്റ് ഇടുന്ന ഒരാളാണ് അരുൺ ശങ്കർ. അരുൺ ശങ്കർ ആരാണെന്ന് എനിക്കറിയില്ല. എനിക്ക് പലപ്പോഴും കറക്ഷൻസ് തരുന്ന ഒരാളും കൂടിയാണ്. ഞാനൊരിക്കൽ സന്തോഷവതിയായ സ്ത്രീ എന്ന് എഴുതിയപ്പോൾ അരുൺ ശങ്കർ എഴുതി, സന്തോഷവതിയായ സ്ത്രീ എന്ന് എഴുതേണ്ട കാര്യമില്ല, സന്തോഷവതി എന്ന് പറയുമ്പോൾ തന്നെ അത് സ്ത്രീയാണെന്നുള്ള കാര്യം അതിനകത്തുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ക്രമാതീതമായ വളർച്ചയെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് എക്സ്പൊണൻഷ്യൽ സീരീസ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചപ്പോൾ അതിൽ സാങ്കേതികമായിട്ടുള്ള ഒരു തെറ്റുണ്ടായിരുന്നു. അതും അരുൺ ശങ്കർ ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെ പതിവായി കമൻ്റ് ഇടുന്ന കുറേ അധികം പേരുണ്ട് കേട്ടോ. ഞാൻ അരുൺ ശങ്കറിൻ്റെ കാര്യം ഇവിടെ പറയാൻ കാരണമുണ്ട്. അരുൺ ശങ്കർ എനിക്കൊരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്തിരുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറേ ജോലികളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമില്ലാത്ത ജോലികൾ. ഒന്ന് കുക്കിംഗ്, ക്ലീനിങ്, ഈ കുഞ്ഞുങ്ങളുടെയും പ്രായമുള്ളവരുടെയും കുറേ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാനുണ്ടാവും, വാഷിംഗ്, ഇങ്ങനെ കുറേ ജോലികളുണ്ട്. അത് പൊതുവെ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. ഈ ജോലികൾ എങ്ങനെ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയമാണ്. ഇതേക്കുറിച്ചെല്ലാം ഞാൻ ഇതിനു മുമ്പുള്ള ചില വീഡിയോകളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത് മാത്രം എടുത്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. എനിക്കിത് പണ്ടേ മനസ്സിലുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ വീട്ടിലെ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ ആരാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്, ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? അപ്പോൾ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഇത്തരം ജോലികൾ ചെയ്യുന്നത് സാധാരണ വീട്ടിലെ സ്ത്രീകളാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കിതിനോട് വളരെ എതിർപ്പുണ്ടായിരുന്നു കേട്ടോ. പലപ്പോഴും നമ്മൾ വീടുകളിൽ കാണാറുള്ളത്, ആൺകുട്ടികളൊന്നും അടുക്കളയിൽ കയറാറില്ല, അവർക്ക് ഭക്ഷണമെല്ലാം വെച്ച് വിളമ്പി കൊടുക്കണം. വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ സഹോദരർക്ക് ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് അവരുടെ ജോലിയാണ്. ഇത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് അന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെതിരായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ പേര് വെച്ച് എഴുതാൻ പേടിയായിരുന്നത് കൊണ്ട് ആരതി എന്നുള്ള തൂലികാനാമം വെച്ച് എഴുതിയിരുന്നത്. പിന്നീട് എപ്പോഴും എനിക്ക് സമ്പ്രദായത്തോട് വല്ലാത്ത എതിർപ്പ് തോന്നിയിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ അന്ന് ഞാൻ ഇത് പ്രസംഗിച്ചപ്പോൾ എന്നെ അവിടെ ഉണ്ടായിരുന്നവർ വിളിച്ച് വഴക്കും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ സമാധാനം ഇല്ലാതാകില്ലേ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അരുൺ ശങ്കർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പഴയ ഓർമ്മകൾ ഇങ്ങനെ വന്നു. ഇന്ന് ഞാൻ അതിനെപ്പറ്റി ഒന്നും അല്ലട്ടെ ചർച്ച ചെയ്യാൻ പോണത്. ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, അതേക്കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ വിവാഹത്തോട് വിമുഖത കാണിക്കുന്നു. അത് ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. മാട്രിമോണിയൽ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ പ്രപ്പോസൽസ് കുറവാണെന്ന് ചിലർ പറയുന്നുണ്ട്. ഞാനത് നോക്കി വെരിഫൈ ചെയ്തിട്ടില്ല. ആൺകുട്ടികൾ പുരനിറഞ്ഞു നിൽക്കുന്നു, ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല, ഇതൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടാത്ത പെൺകുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് അതിന് കാരണമൊക്കെ കണ്ടെത്തുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അഹങ്കാരമാണ്, അവർക്ക് ജോലിയും വരുമാനവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരുടെയും കീഴിൽ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, വളർത്തുക, ഈ ബുദ്ധിമുട്ടൊന്നും സഹിക്കാൻ അവർ തയ്യാറല്ല. ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അതാണോ കാരണം? ജീവിത പങ്കാളി വേണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ട്. വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവരുണ്ട്. സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവുക, അവരെ വളർത്തുക, ഇതും ഇഷ്ടമുള്ള ധാരാളം പെൺകുട്ടികളുണ്ട്. പിന്നെ എവിടെയാണ് പ്രശ്നം? ഇപ്പോഴത്തെ പെൺകുട്ടികൾ വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവരുടെ ജീവിതമില്ലേ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതം പോലെയെങ്കിലുമുള്ള ഒരു ലൈഫ് കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക പലരിലും ഉണ്ട്. അത് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നിന്നും ഉണ്ടായ കാര്യങ്ങളാണ്. ഇപ്പോൾ വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികൾ ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പെൺകുട്ടികൾ ജീവിച്ച സാഹചര്യമല്ല. അതിലൊരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അവരവരുടെ ശക്തിയെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളവരാണ്. അവർ ജീവിതത്തിലെ സാധ്യതകൾ തിരിച്ചറിയുന്നവരാണ്. എൻ്റെ ജീവിതം വളരെ വിലപ്പെട്ടതാണെന്നും അത് ആർക്കും വേണ്ടി അടിയറവ് പറയേണ്ടതല്ലെന്നും എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ ബോധ്യം ഇന്നത്തെ പെൺകുട്ടികൾക്കുണ്ട്. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തേക്കാൾ ബുദ്ധിമുട്ട് നിറഞ്ഞതാകുമോ, അവർക്ക് അവരുടേതായ കഴിവുകൾ വളർത്തിയെടുക്കാനും അവരിപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാനും അവർക്ക് സാധിക്കുമോ എന്നുള്ള ആശങ്കയാണ് പല പെൺകുട്ടികളെയും വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആശങ്ക എന്തുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്നു? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്,
ഇന്നത്തെ ലോകത്തെ പെൺകുട്ടികളുടെ സാധ്യത അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരങ്ങനെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. രണ്ടാമത്തെ കാരണം, പണ്ട് പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കുറവായിരുന്നു. ഇനി സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വിവാഹത്തിന് മുമ്പ് അത് വലുതായിട്ടൊന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇന്ന് പെൺകുട്ടികൾക്ക് ചിറക് വെച്ച് കൊടുക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇന്ന് പെൺകുട്ടികൾക്ക് അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പഠിക്കണം, ജോലി കിട്ടണം, സ്വന്തമായിട്ട് വരുമാനം വേണം, ഇതെല്ലാം ഓരോ പെൺകുട്ടിയും ആഗ്രഹിക്കുന്നു. പണ്ടത്തെ പെൺകുട്ടിയിൽ നിന്നും ഇന്നത്തെ പെൺകുട്ടി വളരെ വ്യത്യസ്തയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക, ഇൻസെക്യൂരിറ്റി അവൾക്ക് ഉണ്ടാകുന്നത്. ഇന്ന് ഫാമിലിയിലുള്ള സാഹചര്യം വളരെ നെഗറ്റീവാണ്. കാരണം വിവാഹിതരായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് റോൾ മോഡലായിട്ട് പെൺകുട്ടികൾ കാണുന്നത് അമ്മയെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലെ അമ്മമാർ ഒരു പരിധിവരെ ഈ പെൺകുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ തലമുറയിൽപ്പെട്ടവരെല്ലാം ശ്രമിച്ചിരുന്നത് ഒരു സൂപ്പർ മദറാകാനാണ്, അല്ലെങ്കിൽ സൂപ്പർ വൈഫാകാനാണ്. ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ജീവിതമെന്ന് പണ്ടേ പറഞ്ഞ് പഠിച്ച് അങ്ങനെ ശീലിച്ചു വളർന്നവരാണ് എൻ്റെ തലമുറയിലെ ഭൂരിഭാഗം പേരും. അവർ കാണിച്ച ആ ഒരു റോൾ മോഡലാണ് ഇന്നത്തെ പെൺകുട്ടികളെ ഈ ഒരു തീരുമാനം എടുക്കാൻ സത്യത്തിൽ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. സത്യം പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പലരും. ആശങ്കയാണ് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കോൺഫിഡൻസും ആ സെക്യൂരിറ്റിയും അവരിൽ ഉണ്ടാക്കാൻ നമ്മുടെ ഇന്നത്തെ കുടുംബാന്തരീക്ഷത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം? കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ മാറ്റം വരുത്താതെ നിവൃത്തിയില്ല. നമ്മൾ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണ്ടേ? അപ്പം നമുക്ക് കുടുംബത്തെ പറ്റി ചിന്തിക്കാം, അവിടെ നിന്ന് തുടങ്ങാം. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും വലിയ അസമത്വമുള്ളത് കുടുംബങ്ങളിൽ തന്നെയാണ്. ആ ലിംഗ പദവിയിലുള്ള വിവേചനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ പ്രസംഗിക്കുമല്ലോ. വീട്ടിൽ നിന്ന് തുടങ്ങണം. അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീടുകളിൽ നിലനിൽക്കുന്ന നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തൊഴിൽ വിഭജനം. വീട്ടിലെ കുറേ ജോലികളില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, പ്രായമായവർക്ക് ശുശ്രൂഷ ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങളുള്ളത് കൊണ്ട് ഇത് ചെയ്യാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇവിടെയാണ് അരുൺ ശങ്കർ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത്. ഇതിനാര് ഇനീഷ്യേറ്റീവ് എടുക്കും? പണ്ട് നമുക്ക് യാതൊരു സംശയമില്ല അല്ലേ, വീട്ടിലെ സ്ത്രീകൾ അങ്ങനെയായിരുന്നു രീതി. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഈ ജോലികളില്ലേ, ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ് കേട്ടോ, വീടുകളിൽ ഈ പണികളില്ലേ, സച്ച് എ യൂസ്ലെസ് താങ്ക്ലെസ് ജോബ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആർക്കും നമ്മളോട് ഒരു നന്ദിയോ ഒന്നുമില്ല. ഇത് ഇവിടുത്തെ സ്ത്രീകൾ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഇത് മാറ്റേണ്ട കാലമായില്ലേ. അപ്പോൾ ചില വീട്ടിലെ പുരുഷന്മാർ പറയും, ഞാനാണ് വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ആള്, അപ്പം പിന്നെ വീട്ടിലെ ജോലി ഇവിടെയുള്ളവർ ചെയ്യണ്ടേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പുറമെ പോയി ചെയ്യുന്ന ജോലിയില്ലേ, അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്തിട്ടൊരു കാര്യമില്ല. അത് ചെയ്യാത്തതുകൊണ്ട് ഇത് ചെയ്യണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ വേറൊരിടത്തേക്ക് പോകുന്നു, അവിടെ ആളുകളുണ്ട്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് എക്കണോമിക് ഇൻകം കിട്ടുന്നത് തന്നെ ആ ജോലിക്ക് ഒരു വാല്യൂ അഡീഷൻ ഉണ്ടാക്കും. ഒരു പ്രതിഫലവും ഇല്ലാതെ അപ്പോൾ തിരിച്ചിങ്ങോട്ട് ഒന്നും കിട്ടാതെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ചെയ്യാവുന്നത് എന്താ, ഈ ജോലി ഷെയർ ചെയ്യാൻ വീട്ടിലുള്ളവരെല്ലാവരും തയ്യാറാവുക. ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബാന്തരീക്ഷം ആകെ മാറും. പെൺകുട്ടികളുടെ ഒരു വലിയ പ്രശ്നം മാറിക്കിട്ടും. അവർ കാണുന്ന അമ്മ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്ത് വളരെ അൺഹാപ്പി ആയിട്ട് സ്ട്രെസ്ഡായിട്ട് മാറുന്ന ഒരു അമ്മയായിരിക്കും. പണ്ടത്തെ പോലെ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നു എന്ന ഒരവസ്ഥ പല സ്ത്രീകൾക്കും ഇല്ല. അതാണ് സത്യം. അത് അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാകാത്തതിൻ്റെ കാരണം എന്താണെന്നോ, ഈ സമ്പ്രദായം അനുസരിച്ച് ബാക്കിയുള്ളവരെല്ലാവരും കംഫർട്ട് സോണിലാണ്, സുഖമാണ്. ഒരാൾ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു, അത് നല്ല സുഖമുള്ള പരിപാടിയല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ ആ പെൺകുട്ടികളും ഈ ഒരു അവസ്ഥ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥ അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ അവിടെ തുല്യത ഉണ്ടാവണം. അതിലേറ്റവും പ്രശ്നം വരുന്നത് സ്ത്രീയും പുരുഷനും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അതിൽ വ്യത്യാസമുണ്ട്. ഒരു പെൺകുട്ടി അമ്മയെയും അച്ഛനെയും നോക്കിക്കാണുമ്പോൾ അച്ഛൻ കൂടുതൽ സ്വാതന്ത്ര്യമാണ്. അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നാൽ പുറത്തേക്ക് പോകുന്നു, നടക്കാൻ പോകുന്നു, ജിമ്മിൽ പോകുന്നു, ക്ലബ്ബിൽ പോകുന്നു. അമ്മയ്ക്ക് ഇതൊന്നുമില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ സ്വാതന്ത്ര്യമില്ല. ഒരു പെൺകുട്ടി ഈയിടെ എന്നെ വിളിച്ച് സംസാരിച്ചു കേട്ടോ. ആ പെൺകുട്ടി പറയുന്നത്, രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ ചെയ്യണത്, ജോലിയുണ്ടോ,
ജോലിയൊന്നുമില്ല, ഞാനിപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ആകെ ബോറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങണം, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ പെൺകുട്ടി വിളിച്ച ദിവസം ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും പുറത്തേക്ക് പോകണം, മക്കളെയും കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ 2 മക്കളുണ്ടെന്ന് പറഞ്ഞു, ആ മക്കളെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോകും. അപ്പോൾ പെൺകുട്ടി എന്നോട് പറഞ്ഞതേ, അയ്യോ എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, എനിക്ക് അനുവാദം ചോദിക്കണം എല്ലാവരുടെയും. ഞാൻ പറഞ്ഞു അനുവാദം ചോദിക്കണ്ട, അറിയിച്ചിട്ടങ്ങ് പോയാൽ മതി, ഞാൻ ദേ മക്കളെയും കൊണ്ടൊന്ന് പുറത്തു പോയിട്ട് ഇന്ന സമയത്ത് തിരിച്ചു വരാം. അത് പറയാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? ആ പെൺകുട്ടി കണ്ടിട്ടുള്ളത് എന്താ? വീട്ടിലെ അമ്മ ചിലപ്പോൾ സ്വന്തം വീട്ടിൽ പോകാൻ പോലും അനുവാദമില്ലാത്തവളായിരിക്കാം. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ കാരണം എന്താ? സ്വന്തം വീട്ടിൽ അമ്മയുടെ ഒരു റോൾ മോഡൽ, അമ്മയും അച്ഛനും തമ്മിലുള്ള വ്യത്യാസം, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിൽ. ഒരു ജീവിത പങ്കാളികൾക്ക് തുല്യ സ്വാതന്ത്ര്യം ഉണ്ടാവണം. അങ്ങനെ ആകാൻ തയ്യാറല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള പരാതിയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. 3ാമത്തെ കാര്യം, അത് വളരെ അപകടകരമാണ്. ജോലിയുള്ള സ്ത്രീകളോട് വീടുകളിലെ സമീപനം. അവർ സാമ്പത്തികമായിട്ട് വരുമാനമുള്ളവരാണ്. പലയിടത്തും അവരുടെ വരുമാനം അവരുടെ ഇഷ്ടമനുസരിച്ച്, സ്വാതന്ത്ര്യമനുസരിച്ച് ചിലവഴിക്കാനുള്ള സാഹചര്യമില്ല. പലരും ജോലിക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കുടുംബത്തിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഒരു കൈത്താങ്ങാകുക. അവിടെ അവളുടെ ഇഷ്ടമൊന്നും ആരും അന്വേഷിക്കുന്നില്ല. അപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കാത്തവരുണ്ട്. കാരണം പണം ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ ജോലിക്ക് പോവുകയല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് അനുവാദമില്ല. പ്രൊമോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ദൂരേക്ക് പോകേണ്ടി വരുന്നത് കൊണ്ട് പല സ്ത്രീകൾക്കും അത് വേണ്ടാന്ന് വെക്കേണ്ടി വരാറുണ്ട്. കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല അവർക്ക്. ജോലിയുടെ ഭാഗമായിട്ട് ദൂരെ ഒരു ട്രെയിനിങ് കൊണ്ട് അവിടെ താമസിക്കണം. ഞാൻ പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്, അവർ വന്നിട്ട് പറയുന്നത് കേൾക്കണം, ഈ ഒരാഴ്ചത്തെ സാധനം മുഴുവനും ഉണ്ടാക്കി വെച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്, കുക്ക് ചെയ്ത് ഓരോരോ പാത്രങ്ങളിലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്താ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. പല രംഗത്തും പ്രവർത്തിക്കുന്ന സ്ത്രീകളില്ലേ, അവർ കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭർത്താവിന് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നതിൽ എതിർപ്പൊന്നുമില്ല, പക്ഷെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം, കുടുംബത്തിലെ ജോലികളിലൊന്നും വീഴ്ച വരുത്താൻ പാടില്ല, അതിൻ്റെ ഉത്തരവാദിത്തം സ്ത്രീക്ക് തന്നെയാണ്. നീ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്ത് വന്നാലും വീട്ടിലെ ജോലികൾ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളും പറയാറുണ്ട്, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് രാത്രിയാവും, അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ടാവുന്നു. ഇതൊക്കെ കാണുന്ന പെൺകുട്ടികൾ എങ്ങനെ വിവാഹം കഴിക്കും? 4, സ്വന്തം വീടുകളിലേക്ക് അല്ലെങ്കിൽ അവർക്കറിയാവുന്ന വീടുകളിലേക്ക് വിവാഹിതരായി വരുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന അവസ്ഥ പലപ്പോഴും അവിവാഹിതരായ പെൺകുട്ടികൾക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. വിവാഹിതരായ പെൺകുട്ടികൾക്കും വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾക്കും 2 രീതികളാണ് ഇന്ന് പല വീടുകളിലും. ഒരു വീട്ടിൽ മകൾക്കുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും അമ്മയ്ക്കോ ഭാര്യയ്ക്കോ അനുഭവിക്കാൻ പറ്റാറില്ല. കാരണം ഇത് 2 തട്ടിലാണ് ഇപ്പോഴും. വിവാഹം കഴിയുന്നത് വരെ ഒരുപക്ഷെ ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിച്ച പെൺകുട്ടി പെട്ടെന്നൊരു 50 വർഷം പിന്നിലേക്ക് പോകുന്ന പ്രതീതിയിലാണ് വിവാഹത്തിന് ശേഷം. അപ്പോൾ ഈ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിലുള്ള അസ്വാതന്ത്ര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവിവാഹിതരായ പെൺകുട്ടികളുടെ മനോഭാവം എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാൻ ഞാനില്ല. 5, മക്കളുണ്ടാകുമ്പോൾ ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അമ്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭധാരണം, പ്രസവം, ഇതാണ് പ്രകൃതി സ്ത്രീക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം. അത് ശരിയാണ്. പക്ഷേ അതിനുശേഷം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ജീവിത പങ്കാളികൾക്ക് തുല്യമായ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം പലരും ഏറ്റെടുക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് പല പെൺകുട്ടികൾക്കും പ്രസവത്തിന് മുമ്പ് ഡിപ്രഷൻ, പ്രസവത്തിന് ശേഷം ഡിപ്രഷൻ, ഇതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും കുട്ടിയെക്കുറിച്ചുള്ള ചിന്ത ഒരുപാട് പേരിൽ ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ പലർ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ പഠനത്തിൽ നിന്നൊക്കെ ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നു. കാരണം കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാനുള്ള ഒരു സംവിധാനം പെൺകുട്ടിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. പുരുഷനാകട്ടെ ഇതൊന്നും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല എന്നുള്ള രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരു കുട്ടിയെ വളർത്തുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആണ്. ഞാൻ ഈ PTA മീറ്റിങ്ങുകളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. മിക്കവാറും ഇതെല്ലാം അമ്മമാരുടെ ഉത്തരവാദിത്തത്തിലാണ്. ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് അതിന് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇങ്ങനൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പുരുഷന്മാർ തയ്യാറാകാത്തത് പെൺകുട്ടികളിൽ വളരെ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അവൾക്കെല്ലാം ത്യാഗം ചെയ്യേണ്ട ഒരവസ്ഥ. 2 കൂട്ടരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ വലിയൊരു വ്യത്യാസം വരും. ഇനി 6ാമത്തെ കാര്യം,
വിവാഹിതരായ പെൺകുട്ടികൾക്ക് തോന്നുന്ന ഒരു അന്യതാബോധം എന്ന് വെച്ചാൽ അവരത്രയും കാലം ജീവിച്ച വീടില്ലേ, ജനിച്ചു വളർന്ന സ്വന്തം മുറി, സ്വന്തം ഇടം, ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അവിടെ അവർക്കുള്ള ആ ഒരു ഇടം നഷ്ടപ്പെടുന്നു, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അങ്ങനെ അവസ്ഥയുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ അനുവാദം ചോദിക്കേണ്ട ഒരവസ്ഥ. ആ വീട്ടിലേക്ക് പഴയ പോലെ ചെന്ന് കയറാൻ പറ്റുന്നില്ല, നമുക്കിഷ്ടമുള്ളപ്പോഴൊക്കെ അവിടെ ചെന്ന് താമസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. വിവാഹിതരായ പെൺകുട്ടികളുടെ പല പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു സജഷനായിട്ട് പറയും കേട്ടോ, എന്നാൽ പിന്നെ സ്വന്തം വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നൂടെ? അവിടെ പറ്റില്ല. അപ്പം അമ്മ പറയണത് അവിടെ അങ്ങനെ പോയി നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ ചോദിക്കും അവളെന്താ കല്യാണം കഴിച്ചിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന്. പിന്നെ സഹോദരൻ്റെ ഭാര്യയുണ്ട്, അവർക്ക് അത്ര ഇഷ്ടമില്ല ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ പെൺകുട്ടികൾ പറയാറുണ്ട്. അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? അവൾ ജനിച്ചു വളർന്ന വീട്ടിൽ അവൾക്കൊരു ഇടമില്ലാതാകുന്ന അവസ്ഥ. എപ്പോഴും സ്വാതന്ത്ര്യത്തോടു കൂടി കടന്നു ചെല്ലാവുന്ന ഒരു ഇടമായിരിക്കണം വീട്. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം നമ്മൾ മക്കളെക്കാൾ വലുതായി കാണുന്നത് സമൂഹത്തെയാണ്. നാട്ടുകാരെന്ത് കരുതും, നാട്ടുകാരെന്ത് പറയും. എൻ്റെ മകള് MBAക്ക് ചേർന്നപ്പോൾ അതൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അത്രയും കാലം അവൾ വീട്ടിൽ നിന്ന് പോയാണ് പഠിച്ചിരുന്നത്. റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് മാറണം. അവൾ ഹോസ്റ്റലിലേക്ക് പോയി. അവളുടെ പുസ്തകമൊക്കെ അടുക്കി വെച്ചപ്പോൾ അപ്പോൾ അതിനകത്തൊരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അവൾ ഹോസ്റ്റലിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം എഴുതിയ കുറിപ്പാണ്. അപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് എന്താണെന്നോ, നാളെ എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകണം, എൻ്റെ ഈ സ്വന്തം മുറി, എൻ്റെ സ്വന്തം ഇടങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നത് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ അവൾ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചു, വിവാഹിതരായി ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാകാവുന്ന മനസ്സിലുണ്ടാകാവുന്ന ചിന്തകൾ. ഇത് ഇവൾ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ അവളുടെ ആ ഒരു വലിയൊരു നഷ്ടബോധം, സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം മുറിയിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലിംഗ്. അപ്പോൾ അതിനേക്കാൾ എത്ര വലിയ ഫീലിംഗ് ആയിരിക്കും അല്ലേ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് വേറൊരു ജീവിത പങ്കാളിയുടെ കൂടെ പുതിയ ജീവിതം തുടങ്ങാനായിട്ട് ഇവൾ പോകുമ്പോൾ. ഇതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള വീട്ടുകാരുടെ പെരുമാറ്റം, ഇതൊക്കെ മാറ്റേണ്ട കാലം അതിക്രമിച്ചില്ലേ? കുറേ പേരൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, പക്ഷേ മാറ്റം വളരെ വളരെ സ്ലോ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കടന്നു പോകൂലേ? നമ്മൾ പിന്നെ ആവാമെന്ന് കരുതിയിരുന്നാൽ എല്ലാവരും മാറട്ടെ എന്നിട്ട് ഞാൻ മാറാം, സമൂഹം മാറട്ടെ എന്നിട്ട് ഞാൻ മാറാം എന്നൊക്കെ ചിന്തിച്ചിരിക്കാൻ സമയമില്ല. അത്രയും ചെറുതല്ലേ നമ്മുടെ ജീവിതം. ഞാൻ പറഞ്ഞതിനോട് യോജിപ്പില്ലാത്തവരൊക്കെ ഉണ്ടാകാം കേട്ടോ. എന്ത് തന്നെയായാലും താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ കാര്യത്തിന് കാണുന്ന പരിഹാരം എന്താണ്? ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, പരസ്പരം കമ്മിറ്റ്മെൻറ്റോടുകൂടി ഒരു പുരുഷനും സ്ത്രീയും ജീവിത പങ്കാളികളായി ജീവിക്കുന്നത് അവരുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കുന്ന ഒന്നാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയൂലേ, അതുപോലെയുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും അറ്റ് കോൾ വരുന്ന നിങ്ങളുടെ സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടില്ല. എപ്പോഴും അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരാൾ മിക്കവാറും ജീവിത പങ്കാളിയായിരിക്കും. എവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്നാലും അവസാനം നമുക്ക് വളരെ കോൺഫിഡൻ്റായിട്ട് സെക്യൂർഡായിട്ട് വരാവുന്ന ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയാണ്. അവിവാഹിതരായ പെൺകുട്ടികൾക്കും അതറിയാം. അവർ ഫാമിലിയിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ അതേ സ്വാതന്ത്ര്യവും സെക്യൂരിറ്റിയും വിവാഹിതരായി കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളൊരു ആശങ്കയാണ് പലപ്പോഴും ഇതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത്. പ്രശ്നങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്ന ചില സൊല്യൂഷൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ്, ലൈക്ക്, ഷെയർ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.